കൂട്ടുകാരി കുറച്ച് മാങ്ങ കൊണ്ടു തന്നു. ചെറിയ മാങ്ങ, നല്ല മധുരവും ഉണ്ട്, പുളിയുണ്ട്, നല്ല സൂപ്പർ മണം. ഇത് നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി വെക്കാം. ഇവിടെ തോട് പൊളിച്ചെടുത്ത് വേണ്ട പുളിശ്ശേരിക്ക് എല്ലാം എടുത്ത് ഇനി അരപ്പ് ചേർക്കാം. പറയാം. പഴുത്ത മാങ്ങ പുളിശ്ശേരിക്ക് അരച്ചു. വേണ്ട ജീരകവും ചുമന്നുള്ളിയും അരച്ചു, തേങ്ങായും അരച്ച് വെച്ചിരിക്കുക. നമുക്കിനി മാങ്ങയ്ക്കകത്ത് ഞെരടി ചേർക്കണം. ശകലം ഉപ്പിടാം, ഇച്ചിരി കരിയാപ്പില ഇടാം. നമ്മൾ ഈ അരപ്പിനകത്ത് 2-3 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട്. ശകല ഇരിക്കും, നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നു. ഈ മാങ്ങ നമുക്ക് ഈ അരപ്പിനകത്തൊന്ന് ഞെരിടാം. നല്ല മണമില്ലേ? ഈ മിക്സി ശകലം ജാറ് കഴുകി വരും. ശകലം ഉപ്പ് ഇടണം. ശരി, ശകലം പഴുത്ത മാങ്ങ പുളിശ്ശേരിയുടെ കലക്കി. ഇനി നമുക്ക് ഞെരടിയെല്ലാം വെച്ചിട്ട് ഉപ്പും പുളിയെല്ലാം നോക്കിയിട്ട് കടുവാക്കാം. മാമ്പഴ പുളിശ്ശേരിക്ക് കടുക് വറക്കാം. കടുക് ഇട്ടു. കുറച്ച് കരിയാപ്പല, രണ്ട് മൂന്ന് മുളക്, കടുക് വറുത്ത് ഇനി നമുക്കിത് ഈ പുളിശ്ശേരി ശരിയ കയ്യേറാനാണ് ചേർക്കുക. മാമ്പഴ പുളിശ്ശേരി സൂപ്പർ മണവും ടേസ്റ്റും ഒക്കെ ഉള്ളതാണ്. പുളിശ്ശേരി റെഡിയാകുന്നു. റെഡിയായി, മാമ്പഴ പുളിശ്ശേരി റെഡി. മാമ്പഴ പുളിശ്ശേരി റെഡിയായി. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്.